ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻ ചേട്ടൻ്റെ കല്യാണ വീഡിയോ ആണ്. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെയൊക്കെ കുറച്ച് വീഡിയോസും കല്യാണത്തിന് അന്നുള്ള വീഡിയോസും ഒക്കെ ഞാനിതിൽ ആഡ് ചെയ്യും കേട്ടോ. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പരിപാടിയാണ്. അത് നടത്തിയത് ഫ്രൈഡേ ആണ് കേട്ടോ. സൺഡേ ആയിരുന്നു വെഡ്ഡിങ്. അപ്പോൾ ഫ്രൈഡേ തന്നെ നടത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ ക്ഷീണാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സൺഡേ ഏർലി മോർണിംഗ് നമുക്ക് പോകണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ്റെ അച്ഛന് ദക്ഷിണ വയ്ക്കുകയാണ്. അതിനുശേഷം എല്ലാവർക്കും ദക്ഷിണ വയ്ക്കുന്നുണ്ട്. അതാണിപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ ഫോട്ടോ സെഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. നമ്മളും എടുത്തിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ ഞാനത് സ്റ്റോറിയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചെറുതായിട്ട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനന്തു ചേട്ടൻ്റെ പാട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി, സദ്യ കഴിക്കാൻ പോയിട്ടോ. അപ്പം നമ്മൾ കസിൻസൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെയും അനക്ക ചേച്ചിയുടെയൊക്കെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇടാട്ടോ. പിന്നെ ധീരജേട്ടൻ പാട്ടൊക്കെ പാടി. അത് ഞാൻ കിട്ടിയത് കുറച്ച് കേൾപ്പിച്ചു തരാം കേട്ടോ. പിന്നെ ബാക്ക് ടു വീണ്ടും ഫോട്ടോ സെഷൻസ് ആണ്. അപ്പോൾ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗ്രൂപ്പായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ കാണിക്കുന്ന വീഡിയോ സാറ്റർഡേ എടുത്തതാണ് കേട്ടോ. സാറ്റർഡേ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾക്ക് റിസപ്ഷന് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ ആ ഡാൻസ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് കൂടി. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നേക്കാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഡാൻസ് നോക്കിയതിന് ശേഷം ടി വിയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് അതൊക്കെ ചുമ്മാ ഇങ്ങനെ പാടായിരുന്നു കേട്ടോ. പിന്നെ ഡാൻസ് കളിച്ച് പാട്ട് പാടിക്കഴിഞ്ഞ് നമുക്ക് ക്ഷീണമായല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീണ്ടും പുറത്ത് കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു. ഓരോ മിമിക്രിയും പാട്ടൊക്കെ പാടി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ തീവണ്ടിയിൽ പോകുമ്പോൾ തീവണ്ടിക്ക് ഡിഫറൻസ് തീവണ്ടിയിലെ സെയിമല്ലേ? ആ, അത് മോഹൻലാൽ കേറിന്നും വെച്ച് തീവണ്ടിക്ക് വേറെ സൗണ്ട് ഉണ്ടാവോ? അടുത്ത ഈ മമ്മൂട്ടി ട്രെയിനിൽ പോകുമ്പോ ഉറങ്ങിപ്പോയി ഗൈസ്. എല്ലാവർക്കും ചെറിയൊരു പവർ നാപ്പ്. മനുഷ്യമുള്ള പവർ നാപ്പ് ഞാൻ ആദ്യമായിട്ടാണ്. കൂർക്കം വലിച്ചിട്ടുള്ള പവർ നാപ്പ് ആദ്യമായിട്ടാണ്. ഞാൻ കൂർക്കൊന്നും വലിച്ചില്ല. അതിന്റെ പിമ്പിള് പൊട്ടിയോ? ആ പറഞ്ഞോളൂ. എന്ത് പറയാ? വ്ലോഗ് പറ. വെറുതെ ഇരിക്കാൻ പാടില്ലെന്നല്ലേ ശാസ്ത്രം. ചായ കുടിക്കണ്ട?
ചായ കുടിക്കില്ല. ചായ കുടിക്കില്ല. അപ്പോൾ ചായ കുടി ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അത് രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇറങ്ങി ചായ കുടിക്കാൻ. എന്നിട്ട് ഒരു 9 മണിക്കൊക്കെ ഇറങ്ങിയ തിരിച്ച് കയറുമ്പോൾ 11:30-12. കല്യാണത്തിനെ സംബന്ധിച്ച് എന്താ അഭിപ്രായം? കല്യാണത്തെ സംബന്ധിച്ച് ചേട്ടനാണ് പറയേണ്ടത്. നീ പറ. നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കല്യാണത്തിന്. ഇന്നലെ തലേ ദിവസത്തെ പരിപാടിയായിരുന്നു. പിന്നെന്താ പരിപാടി? ഇന്ന് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഓരോരുത്തർ ഓരോ അല്ലേ? എന്താ പറയാനുള്ളത്? ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അത് ഒഴിച്ച് ബാക്കിയല്ല. ഇതൊരു മെഗാ വ്ളോഗായിരിക്കും. എത്ര മിനിറ്റ് വരും അതറിയില്ല. നാളത്തെ ഇതുപോലെ അപ്പോൾ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. പിന്നെ പാട്ട് പാടി ചോറുണ്ടു വെറുതെ ഇരുന്നു ഉറങ്ങി വെറുതെ ഇരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പാട്ട് മിക്സ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ഒക്കെ ചെയ്യണം. ധന്യക്ക് എന്താണ് പറയാനുള്ളത് കല്യാണത്തെ സംബന്ധിച്ച്? ഇതൊക്കെ തന്നെ ഡിക്റ്റോ ഇട്ട് വെച്ചേക്കാം. ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? സ്ഥലം കാണിച്ചു വിടും. റോഡും കുറേ വണ്ടിയും. ആൻഡ് ദ നെക്സ്റ്റ് പരിപാടി ഈസ് താലി കോർക്കൽ. അപ്പോൾ ധന്യ ചേച്ചിയാണ് അത് ചെയ്യുന്നത്. ചേട്ടൻ ചേച്ചിക്ക് കെട്ടാനുള്ള താലി ചരടിൽ കോർക്കാൻ കേട്ടോ. എന്താ ഇവിടെ നടക്കുന്നത്? താലി കോർത്തുകൊണ്ടിരിക്കും. കിഴക്കോട്ടിരുന്നാ ചെയ്യണ്ടേ? മഞ്ഞപ്പൊടിയല്ല, പച്ചമഞ്ഞൾ, ഗ്രീൻ മഞ്ഞൾ. കണ്ടുപിടിച്ചു. നീ കണ്ടുപിടിച്ചു. ചേട്ടന് ആവശ്യം വരും. അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു കേട്ടോ. ഇവർ വെള്ള ചിരടെടുത്തപ്പോൾ ഇത് സാധാരണ നമ്മൾ കാണുന്ന താലി മഞ്ഞ ചിരടിലല്ലേ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പച്ചമഞ്ഞൾ നമ്മൾ ഉരച്ച് തേക്കും നന്നായിട്ട്. അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. അങ്ങനെ ചിരട് സെറ്റായി. ഇനി താലി കോർക്കാണ് കേട്ടോ. ഇത്രയും ഗ്യാപ്പ് വെക്കണമെന്ന്, ഇത്രയും ഗ്യാപ്പ് അല്ലെങ്കിൽ ഇത്തിരി ലെങ്ത് കൂടി കിടക്കും. ഇത്തിരി ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടല്ലേ, ഇങ്ങനെ വരുമ്പോ ഇത്ര ഇപ്പൊ ഇത്ര നീളം നോക്കി കെട്ടിയാൽ മതി. ഇങ്ങനെ കിടന്നല്ലേ ഇങ്ങനെ അല്ല, വെറുതെ കാശ് കൊടുത്ത് വാങ്ങിച്ചാലും നമുക്ക് പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ, ഇത് ഏത് ഷോപ്പാന്ന് ഞങ്ങൾ കാണിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അവർ പ്രൊമോഷൻ തന്നിട്ടില്ല, അപ്പം നമ്മൾ കാണിക്കില്ല. ഇതാണ് സെക്കൻഡ് സാരി. നേരത്തെ കാണിച്ചതാണ് മന്ത്രകോടി. ഇതാണ് താലി മാല.
അതാണ് ഈ പറഞ്ഞോണ്ടിരിക്കണേ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സമയം 10:40 ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ കളിക്കാനുള്ള പാട്ട് ഇതുവരെ സെറ്റായിട്ടില്ല. നമ്മൾ പാട്ട് എഡിറ്റ് ചെയ്യാണ്. നമ്മളല്ല, ധീരജേട്ടൻ, ദ ഗ്രൂപ്പ്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് പരിപാടി? നമുക്കിനിയാണ് പരിപാടി. അതെ, നമുക്കിനിയും പാട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാൻസ് ഒന്നുകൂടി കളിച്ചു നോക്കണം. മൈലാഞ്ചി ഇടണം. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നാളെ നേരത്തെ എണീക്കണം. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. പാട്ട് എഡിറ്റ് ചെയ്യുന്നു. എന്താ അഭിനയം! ഇതാണ് ഗ്രൂമിൻ്റെ അളിയൻ. ഓ, അത് അതിലും വലിയ അഭിനയം. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട ബാച്ചിലർ ലൈഫ് തീരാൻ പോവുകയാണ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം. അപ്പോൾ എന്താണ് പറയുക? കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര അലസമായ ഒരു ജീവിതം ഇനിയോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം കുറച്ച് മുമ്പേ കണ്ടില്ലേ, മരക്കാനുള്ള തുണി എടുത്തോണ്ട് വരും. നിങ്ങൾ കണ്ടാളില്ല, നിങ്ങൾ കണ്ടു. ആ തുണി അതുപോലെയൊക്കെ അവിടെ ഇടയ്ക്ക് അതൊക്കെ മാറും. എൻ്റെ ചാർജിങ് പോയിന്റിന് വേറെ ഉടമസ്ഥ വരും. എൻ്റെ അലമാരിക്കും ആവശ്യം റൂമിന് അവകാശം വരും. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങളാണ്. നന്ദി, നമസ്കാരം. അതെ, ഇതിനു മുമ്പ് കുറേ ഞങ്ങൾ ടേക്ക് എടുത്തു. അവസാനം ഒരെണ്ണം കിട്ടി. ഇനി വേറെ ചോദിക്കും, എവിടെ ചോദിക്കും? എന്നെ കുട്ടിയോട് ചോദിക്കും. ചേച്ചി ബിസിയാണ്. ബൈ ദ വേ, ഞങ്ങളുടെ മെഹന്തി കാണിച്ചു തരാം. അഞ്ജലി ചേച്ചി കാണിക്കൂ. കാണിക്കൂ. കാണിക്കട്ടെ. തരാം. അനകാശാജി, ഗുഡ്. ഒറ്റ നോട്ടത്തിൽ ഇവിടെ ഒരു വീടൊക്കെ കാണാം. ഓ, ഗുഡ്. ചാറ്റ് ജിപിടിക്ക് അങ്ങനെ പലതും പറയാം. ആ, ധന്യവാവേ. ധന്യവാവോട് ഒരു ചോദ്യം. ധന്യവാവയുടെ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോണു. അപ്പൊ ധന്യവാവയ്ക്ക് എന്താ പറയാനുള്ളത്? ആ, അതിലും കൊള്ളു. പറ. നാത്തുവിനെ പറ്റി എന്താ അഭിപ്രായം? എന്നാ, നിനക്ക് ചേച്ചി വേണോ? ആ, പിന്നെ ഇവളുടെയൊക്കെ ഡയലോഗ് എഴുത്താണ്. ഡയലോഗ് ഇതിന്റെ സ്ക്രിപ്റ്റർ ആരാന്നൊന്നും കൂടി പറഞ്ഞോട്ടോ. അഞ്ജനയ്ക്ക് എന്താ പറയാനുള്ളത്? അഞ്ജനയും ഞാനുമായിരുന്നു വളരെ ചെറുപ്പം തൊട്ടുള്ള ആൾക്കൂട്ടുകാർ, സുഹൃത്തുക്കള്. നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അവള് ജനിച്ചു പോയി, അതുകൊണ്ടാ. അപ്പൊ പറ, അഞ്ജന പറ. അതെ പഠിത്തത്തിൽ അതെ. പിന്നെ അനുകൂന് എന്താ പറയാനുള്ളത്? അതല്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നതൊരു ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറ. പുതിയ ആളെ കുറിച്ച് പറ. ഇനി ഉണ്ണിമായ പറ. എന്റെ ഒറിജിനൽ പേര് യൂട്യൂബിൽ അറിയോ? ഒറിജിനൽ പേര് യൂട്യൂബിൽ അറിയോ? അറിയാം, പക്ഷെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഉണ്ണിമായെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഒറിജിനൽ പേരെന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അതറിയാം, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. പെന്നീമിലൊക്കെ അറിയപ്പെടുന്നു. തൂലികാനാമം ഉണ്ണിമായ. എന്റെ കോളേജില് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് മെയിൻ ആയിട്ട് എന്റെ ഒഫീഷ്യൽ പേര് അറിയുള്ളൂ. ബാക്കി ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കൊക്കെ ഉണ്ണിമായെന്ന് അറിയുള്ളൂ. അപ്പൊ എന്താ ശരിക്കും പേരെന്ന് പറ. കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ.
അതെ. വെഡിങ്ങിന്റെ ബോർഡിൽ മാത്രമേ ഇവരുടെ പേര് ഞാൻ കാണുള്ളൂ എനിക്ക് തോന്നുന്നു. ബാക്കി അതിന് ഉണ്ണിമായുണ്ട്. കല്യാണത്തിന് ഞാൻ എൻ്റെ പേര് ഉണ്ണിമായനോടുള്ളൂ. ആ ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കല്യാണത്തിന് വൈഷ്ണവി എന്നാണ് വരുന്നതെങ്കിൽ അപ്പൊ നമുക്ക് ആ വ്ളോഗിൽ നമുക്ക് ഇടാം. കല്യാണത്തിന് ചിലപ്പോൾ വൈഷ്ണവി ഇട്ടാലും ബ്രാക്കറ്റിൽ ഞാൻ ഇടും ഉണ്ണിമായ. എന്നാലും ഉണ്ണിമായ ഉണ്ടാവും. വിഷയത്തിന് പിന്നെ മാറി. പറ എന്താ പറ ചേച്ചീനെ പറ്റി പറ. വരുന്ന ചേച്ചി ചേച്ചിയാണ്. ക്രിഞ്ച് ഡയലോഗാണല്ലോ പറ. ഇപ്പൊ ചേട്ടൻ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കാണ് നമ്മൾ എന്താണ് വിളിക്കേണ്ടത്. ചേട്ടത്തിയമ്മ. ചേട്ടത്തിയമ്മ. നമ്മളെന്ത് വിളിക്കും? ചേച്ചി. ധന്യ എന്താ ഇപ്പൊ വിളിക്കുന്നത്? ആറ്. അഞ്ജന എന്താ വിളിക്കാൻ പോണേ? അനന്തു ഇവിടെ വരും. അനന്തുവിൻ്റെ ഒരു ചെറിയൊരു കുറച്ച് വാക്കുകൾ ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വാക്കുകൾ പറയാൻ പറ. ഉപദേശം. ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ 4:30 ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എണീറ്റു. കാരണം ഞങ്ങൾക്ക് ആണല്ലോ സമയം എടുക്കുക. അപ്പം ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് തന്നെ വേഗം റെഡി ആയിട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി ചേട്ടാ? 6:15. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 3 ഗേൾസ് ഇന്ന് പതിവിലും നേരത്തെ എണീറ്റു. ഞങ്ങൾ 5:45 ഞങ്ങളുടെ എല്ലാം റെഡി ആയിട്ടോ. എന്താണ് ഇപ്പൊ ചേട്ടന് തോന്നുന്നത്? ചേട്ടന്റെ മേക്കപ്പ് ഇട്ടു. ചേട്ടന്റെ മുടിയിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല, അതിനി തല നനച്ചാലേ പോളൂ. ചേട്ടൻ മഴയത്ത് ഇങ്ങനെ കൊണ്ട് നിൽക്കുവോ? ഇല്ലില്ല, അതൊക്കെ കോമഡി. സോ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? സന്തോഷം. ചേച്ചി മേക്കപ്പ് ചെയ്യാണല്ലേ? അത് ഇതിൽ കാണിക്കണ്ട, ഞാൻ കണ്ടു. ഓക്കെ. സോ ധനി ചേച്ചിയും മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അങ്ങനെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മുല്ലപ്പൂ എത്തി. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ്. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് പിന്നെ ബാക്കി ഉള്ളവർക്കൊക്കെ മാറ്റി വെച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സ് എത്തി. അപ്പോൾ നമ്മൾ ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നേരത്തെ പോകണമായിരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ നേരത്തെയാണ് നടന്നത്. അപ്പോൾ അതേ ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അതെ അതെ, ഞാൻ ആദ്യമായിട്ടൊന്നല്ല. എനിക്ക് വീഡിയോ എടുത്താ ഞാൻ നടക്കാം. അതെ, നമ്മൾ അമ്പലം എത്തി. അപ്പോൾ എല്ലാം തന്നെ സെറ്റായിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇവിടെയാണ് ചേച്ചിയും ചേട്ടനും താലി കെട്ടുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ചേച്ചിയുടെ അച്ഛനും അമ്മയും പറ നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ രീതിയും ഇവിടുത്തെ രീതിയും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് ഓരോ നാട്ടിലും ഓരോ പോലെയാണല്ലോ. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഇത് ഓഡിറ്റോറിയത്തിലാണ് ഈ ചടങ്ങൊക്കെ ചെയ്യുക. അമ്പലത്തിൽ ജസ്റ്റ് താലി കെട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലാണ് താലൊടുക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷം താലി കെട്ടിയിട്ട് പിന്നെയാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ തുടങ്ങാറായി. അപ്പോൾ ചേട്ടനെ നമ്മൾ വിളിച്ചുകൊണ്ട് വരാണ് കേട്ടോ.
പരിഭവം മെല്ലയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. വേളി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. കല്യാണം കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ചേട്ടൻ ഇന്നലത്തെ വീഡിയോ കാണണം. ചില കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിക്കോ. ഇവരുടെ പുത്രനായിട്ടുള്ള ധീരജ് നാരായണൻ്റെയും വിവാഹ ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം.
അങ്ങനെ ഓഡിറ്റോറിയത്തിലെ മെയിൻ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം അവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളും പോയി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. ഫങ്ഷൻ്റെ അവിടെ തന്നെയാണ് സദ്യ കഴിക്കുന്നതും. അപ്പം നമുക്ക് കഴിച്ചുകൊണ്ട് കാണാനും പറ്റും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ കറികളൊക്കെ വിളമ്പിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ചോറ് വിളമ്പിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും എത്തിയിട്ടോ. ചേച്ചിക്ക് സാരി ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത മന്ത്രകോടിയിലേക്ക് ചേഞ്ച് ചെയ്യണമായിരുന്നു. അതിനുശേഷം അവരെ എത്തിയിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചീനെയും ചേട്ടനെയും സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ അന്ന് തന്നെയായിരുന്നു റിസപ്ഷനും. അപ്പോൾ ഒരു വൈകുന്നേരം 6 o'clock ഒക്കെ ആയപ്പോഴേക്കും റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റേജ് ഡെക്കോറൊക്കെ, ഫുഡും എല്ലാം സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്കും അതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേച്ചിയും ചേട്ടനും എത്തിയത്. മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ഒരു ഇൻഡോർ സെറ്റിംഗ് ആയിരുന്നു. പിന്നെ അങ്ങനെ ചേച്ചിയും ചേട്ടനും എത്തിയിട്ടുണ്ട്. അതിന് ശേഷം അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഫംഗ്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തന്നെ ഫസ്റ്റ് തുടങ്ങിട്ടോ. ആദ്യം തന്നെ ധീരജേട്ടനും പാറു ചേച്ചിക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഈ ഒരു സുവർണ നിമിഷത്തിൽ കേക്ക് കട്ടിംഗ് സെറിമണിയോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെയായിട്ട് നമ്മൾ 2 വീട്ടുകാരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Oh
പിന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി, ഞങ്ങളുടെ ഡാൻസാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് ആക്ച്വലി ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്തതാണ്. അതും ഒരു ദിവസം ഫുള്ളൊന്നല്ല, കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാത്രം സെറ്റ് ചെയ്ത ഒരു ഡാൻസാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്യാം. ബാക്കി ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തതായി ചെറുക്കൻ്റെ വീട്ടുകാരുടെ ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് ആണ്. ന്യൂ മെമ്പർ ടു അവർ ഗ്യാങ്. എന്തേലൊക്കെ പറഞ്ഞോ ചേട്ടൻ, എന്താണ് ചേച്ചിനും പറയാൻ? സന്തോഷം തോന്നുന്നു. അങ്ങനെ ഫങ്ഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡ്. റൈസ്, ചിക്കൻ, പൊറോട്ട, അപ്പം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ കപ്പ, മീൻകറി കുറേയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുക. നമ്മളൊക്കെ കുറച്ചും കൂടി നേരത്തെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഗ്രൂം ഇവിടെ ഡ്രസ്സ് മാറ്റിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ക്ഷീണം. ഓക്കെ, അപ്പോൾ ചേച്ചി അവിടെ ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തലേ ദിവസത്തെ പരിപാടി, കല്യാണം, റിസപ്ഷനും ഒക്കെ കൂടി ചേർത്ത് ഒരു ചെറിയ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. മെമ്മറീസ് ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും പറയാമല്ലോ? നിങ്ങളുടെ ഡാൻസ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇടാം കേട്ടോ. അല്ല, അതിടണോ? അത് വേണ്ട, ഇതിന് ലെങ്ത് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇത്. 3 ദിവസം കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ലെങ്ത് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കുക, കുറച്ചുള്ളെങ്കിലും കണ്ടിരിക്കുക. പിന്നെന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമായതുകൊണ്ട് പറയുന്നത്. അതെ. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെയും ബൈ ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.